ആരാ മിനിമേനോൻ? കാർഡ് കിട്ടി. ഞാനും ഒരു കാർഡ് അയച്ചിരുന്നു. സിസ്റ്റേഴ്സ് പിടിച്ചോ? ഇല്ല. മരിച്ചു കളിച്ചിട്ടാ ജയിച്ചത്, എന്നിട്ട് വെറും ഒരു കാർഡ്. അതുപോരാ, തരുന്നെങ്കിൽ എന്തെങ്കിലും സമ്മാനം തരണം. ഇത് കൊച്ചു പിള്ളേർക്കുള്ളതല്ലേ? പിന്നെന്ത് വേണം? ആ പൂ തരൂ. പൂ എന്തിനാ? തരാൻ ഇഷ്ടമല്ല, അത് പറഞ്ഞാൽ മതി. എന്തിനാ അതിനൊന്നും ചോദിക്കണ്ട. താങ്ക് യു. പൂ കൊണ്ടുപോയാലേ പൂമാലയെ തിരിച്ചു കൊടുക്കണം. കഴുത്തിലിട്ട് കൊടുത്താൽ മതി. ഒന്ന് പോടി. മാല പൊന്നുകൊണ്ടായാലോ? ഒരു താലി. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാനിനി മിണ്ടില്ല. ആരായാള്? ഈ കുട്ടിയുടെ അച്ഛനാണ് സാർ. അകത്തേക്ക് വാ. തന്റെ പേരെന്താ? അച്ഛൻ കുഞ്ഞെന്നാ. എന്റെ മോനെയും കൂടി പിടിച്ചോണ്ട് പോന്നെന്ന് അറിഞ്ഞു. തന്റെ മോൻ എന്തിനാ പോലീസുകാരെ കാണുമ്പോ ഓടുന്നത്? അത് കൊള്ളാം. പോലീസ് ജീപ്പ് കൊണ്ടൊന്ന് കടയുടെ മുമ്പിൽ നിർത്തിയാൽ അവൻ ഓടാതിരിക്കാൻ പറ്റുമോ? ഏമാനെ അവന് മനസ്സിലായി പോലീസ് എന്നെ പൊക്കാമെന്നാണ്. അന്തേ പോലീസ് തല്ലണ്ടല്ലോ എന്ന് കരുതി അവൻ ഓടി ഒന്ന് വിവരം പറഞ്ഞതാ. പോലീസ് തന്നെ തല്ലുന്ന എന്തിനാ? പോലീസ് ആളെ തല്ലുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്നാ പറയാനാ? തല്ലി കഴിഞ്ഞിട്ട് അവർ കാര്യം പറയത്തുള്ളൂ. അതിന് താനിതിനു മുമ്പ് തല്ലുകൊണ്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ ജീവിക്കാൻ വേണ്ടി നല്ല ചാരായം ഉണ്ടാക്കി വിൽക്കും. എങ്ങാനും പിടിവിട്ട് പോയാൽ പിന്നെ ഇടിയോടി ഇടി തന്നെയാ. അത് ശരി, കൊട്ടുപൊടി കച്ചവടക്കാരനാണല്ലേ? എന്റെ ചാരായം കൊട്ടുപൊടിയൊന്നുമല്ല സാറേ, നല്ല സ്വയംഭ സാധനമാണ്. സർക്കാരിന്റെ ചാരായം കുടിച്ചിട്ട് ആളുകൾ ചത്തിട്ടുള്ളൂ. എന്റെ ചാരായം കുടിച്ചിട്ട് ഇന്ന് വരെ ഒരുത്തരും ചത്തിട്ടില്ല. ചോദിച്ചതിന് മാത്രം സമാധാനം പറഞ്ഞാൽ മതി. ഓ, ഇന്നലെ താനായിരുന്നോ മകനായിരുന്നോ കടയില്? ഞാനായിരുന്നേ. താനാ എസ്റ്റേറ്റിലെ മേനോന്റെ മകനെ അറിയോ? അറിയോന്നു മിനിക്കുഞ്ഞിനെ ഞാൻ അറിഞ്ഞില്ലേ, പിന്നെ ആരാ അറിയുന്നേ? സാറേ, ആ കുഞ്ഞിനെ ആരോ കൊന്നെന്നാ പറയുന്നത്. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോഴേ വിവരം അറിയുന്നേ. ആരാ കൊന്നതെന്ന് എനിക്കറിയാമോ? അത് കൊള്ളാം. എങ്കിലും അവന്റെ തലയും കൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളായിരുന്നു. മരിച്ചെന്ന് അറിഞ്ഞിട്ട് താനാ വീട്ടിൽ പോയോ? ചേടാ, എന്റെ മോനെ ഇവിടെ കൊല്ലാൻ നിർത്തിയിരിക്കുന്നു കേൾക്കുമ്പോ വല്ലോന്റെ കാര്യം അന്വേഷിച്ച് പോകാൻ എനിക്ക് ഒക്കുവോ? ഇന്നലെ വൈകുന്നേരം ആ കുട്ടി ബസ്സിൽ വന്ന് നടക്കുന്നത് താൻ കണ്ടോ? ഞാനെങ്ങനെ കാണാനാ? ഇന്നലെ കാലത്തെ 10:30 HSകാർ വന്ന് എന്നെ പൊക്കി. 100-500 രൂപ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതാ. ഇപ്പൊ പുതിയൊരു ഓഫീസറാ വന്നിരിക്കുന്നേ. കാശും മേടിക്കില്ല, കള്ളും കുടിക്കത്തില്ല. പിന്നെ എന്നാ ചെയ്യാനാ? അവിടെ കൊണ്ടുവന്നിട്ട് പൊതിരെ ഇടിക്കായിരുന്നു. രാത്രി 8 മണി കഴിഞ്ഞാ പിന്നെ എന്നെ വിട്ടത്. അപ്പൊ ഇന്നലെ താൻ അവിടെ ഇല്ലായിരുന്നു അല്ലേ? ഏമാനും വിശ്വാസമില്ലെങ്കിൽ ഈ ഫോൺ എടുത്ത് HS ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു ചോദിക്കും. ഇടിയും കൊണ്ട് വന്നതല്ലേ. നേരം വിളിച്ചപ്പോൾ മേലനക്കം മേല. അതുകൊണ്ടാ മോനെ കടയിലേക്ക് വിട്ടത്. എന്നിട്ട് വെമ്പർന്നൂര് ഇച്ചിരി കുഴമ്പെടുത്ത് ദേഹത്ത് തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ഓടി വന്ന് പറയുന്നത് പോലീസ് വരുന്നു. ഞാൻ എന്റെ ജീവനും കൊണ്ട് ഓടിയതായ മോനെ. അപ്പൊ തന്റെ കടയിലവിടെ വൈകുന്നേരം ചാരായം അടിച്ച് കറങ്ങി നടക്കുന്നവരുണ്ടല്ലേ? ചാര കഴിച്ച് അവിടെയെങ്കിലും ആരും നിൽക്കത്തില്ല. ഞാനൊട്ട് നിർത്തുകയില്ല. വല്ല അലമ്പും ഉണ്ടാക്കിയാൽ കാക്കിക്കാർ വരും. പിന്നെ എന്റെ വയറ്റ് പിഴപ്പാ മുട്ടുന്നേ. അവിടെ വെച്ച് മിനി ആരെങ്കിലും ശല്യപ്പെടുത്തുന്നതാ കണ്ടിട്ടുണ്ടോ? എന്റെ മുമ്പിൽ വെച്ചോ? അതിന് വളർന്നവനൊന്നും ആ കരയിലില്ല സാറേ. ആകെയുള്ളൊരു ശല്യക്കാരൻ ആ കരയിൽ ഞാനേ ഉള്ളൂ. അപ്പൊ താൻ ശല്യം ഉണ്ടാക്കാറുണ്ടല്ലേ? അയ്യോ, ഞാനെന്ത് ശല്യം ഉണ്ടാക്കാനാ? സാറിന് എന്നെ അറിയാൻ മേലായിട്ടാ. ഇന്നാളൊരു ദിവസം ആ കൊച്ച് സ്കൂളിൽ വന്നപ്പം വൈകി. നേരം അങ്ങ് വൈകി തുടങ്ങി. ഒറ്റയ്ക്ക് പോയി ഞാൻ വിട്ടില്ല. കടയടച്ചേച്ച് ഞാൻ ആ കൊച്ചിനെ വീട്ടിൽ കൊണ്ടാക്കി. അല്ലെങ്കിൽ സാർ ആ മേനോൻ സാറിനെ വിളിച്ചു ചോദിച്ചാൽ അറിയാം. ഇന്നലെ ആ കൊച്ചിനെ ആരും പിടിച്ചോണ്ട് പോകണമെന്ന് കണ്ടിട്ടില്ലല്ലോ. എല്ലാ HSകാരെ പറഞ്ഞാൽ മതി. അവന്മാരെന്നെ പിടിച്ചോണ്ട് പോയില്ലായിരുന്നെങ്കിൽ
ഞാൻ സ്ഥലത്തുണ്ടായാല് ഒരൊറ്റ ഒരുത്തം പോലും എനിക്ക് തുറത്തില്ലായിരുന്നു. ശരി ശരി, മോനെ വിളിച്ചോണ്ട് പൊയ്ക്കോ. ഓ